मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। പറയുകയാണെങ്കിൽ സൂപ്പർബ്ലി ഫാന്റാസ്റ്റിക്. ഫാന്റാസ്റ്റിക്കിനെക്കാളും വളരെയധികം ഫാന്റാസ്റ്റിക് എന്ന് വെച്ചാൽ വെരി വെരി ഫാന്റാസ്റ്റിക്. നീ ഇങ്ങനെ ചാടിക്കളിക്കുന്നത് കാണുമ്പോൾ എന്റെ വയറ്റിന്റെ അകത്ത് എനിക്ക് വിശപ്പ് ചാടിക്കളിക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ശരി, ഇനി നിങ്ങൾ രണ്ടാളും ചേർന്ന് ആ വലിയ കല്ലെടുത്തോണ്ട് പോയി ആ മരത്തിൽ കെട്ടിവെക്കും. പക്ഷെ എന്തിനാ? നിന്റെ ഒരു കിക്ക് മതി ആരെ വേണമെങ്കിലും തവിട് പൊടിയാക്കി മാറ്റും. പിന്നെന്തിനാ നീ ഒരു പ്രാവശ്യം 2 കിക്കുകൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്നത്? ആവശ്യമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം വിരോധികളും പ്രശ്നങ്ങളും ഒരേപോലെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഡബിൾ കിക്ക് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നിന്റെ കിക്കിന്റെ പവർ ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ അതിന്റെ പവർ ഡബിൾ ആകും, റൈറ്റ്? യെസ്, ഡബിൾ കിക്ക് എന്ന് വെച്ചാൽ ഡബിൾ പവർ. ഡബിൾ പവർ എന്ന് കേട്ടപ്പോൾ എന്റെ വിശപ്പും ഡബിളായി മാറിയിരിക്കുക. ഒരൽപ്പം ഡബിൾ റൊട്ടി കഴിച്ചോട്ടെ. ഓക്കെ, ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാവർക്കും ചേർന്ന് അല്പം കളിക്കാം. ഓക്കെ, ഇത് കണ്ടോ? അയ്യോ, സാറേ, നിങ്ങളുടെ പമ്പരം കാണുന്നില്ലല്ലോ. കാരണം അതൊരു സീക്രട്ട് പമ്പരമാണ്. ജൂനിയർ ഡിറ്റക്റ്റീവ്, നീ ഒരു കാര്യം എപ്പോഴും ഓർക്കണം. എന്നെ പോലുള്ള ഡിറ്റക്റ്റീവിന്റെ പമ്പരവും സീക്രട്ട് ആയിരിക്കും. കലക്കി സാറേ, എന്തൊരു ഡയലോഗാ പറഞ്ഞത്. ഞാൻ അത് ഈ നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കൊള്ളാലോ, നിങ്ങൾ എല്ലാവരും എത്ര നന്നായിട്ടാ പമ്പരം വെച്ച് കളിക്കുന്നത്. കലക്കി. ഞാനും പമ്പരം വിട്ട് കളിച്ചിട്ടുണ്ട്. ചെറുപ്രായത്തിൽ ഞാനും പമ്പരം വിട്ട് കളിക്കുമായിരുന്നു. അറിയുമോ, ഒരു പ്രാവശ്യം ഞാനൊരു വലിയ പമ്പരത്തിനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചുറ്റിവിട്ടു. അത് ചുറ്റിക്കറങ്ങി പുറത്തേക്ക് പോയി യൂണിവേഴ്സിലേക്കാണ് പോയത്. എന്നിട്ട് അവിടെ കിടന്ന് ചുറ്റാൻ തുടങ്ങി. പിന്നീട് ജനങ്ങൾ ആ പമ്പരത്തിനെ കണ്ടിട്ട് നിലാവെന്ന് വിളിക്കാൻ തുടങ്ങി. അല്ലാതെ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ആ കാണുന്ന മരക്കൊമ്പ് എന്റെ തലയിൽ വന്ന് വീഴട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണല്ലേ? ഗുഡ് മോർണിംഗ് മേയർ അങ്കിൾ. അല്ല, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് എന്താണ് പ്രശ്നം? അതിങ്ങ് തരൂ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം പമ്പരം വെച്ച് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന്. പേടിക്കണ്ട, ഇപ്രാവശ്യം ഞാൻ അത്ര വേഗമൊന്നും എറിയില്ല. പമ്പരം ഭൂമി വിട്ട് പുറത്തേക്കൊന്നും പോവില്ല. ഇതിൽ ചിരിക്കാൻ എന്താണുള്ളത്? ഞാൻ മനഃപൂർവ്വമാണ് ആ പമ്പരം തലകീഴായി ഇങ്ങനെ ചുറ്റിവിട്ടത്. ശരിക്കും അത് ചുറ്റിയിരുന്നെങ്കിൽ തറയിൽ വലിയൊരു കുഴി ഉണ്ടായേനെ. അത് എത്ര വലിയ കുഴിയായിരിക്കും? ഇത്രയ്ക്ക് വലുതാണോ? അല്ലെങ്കിൽ ഇത്ര വലുതാണോ?
അതല്ലെങ്കിൽ ഇത്ര വലിയതാണോ? എങ്ങനെയുണ്ട് ഈ ലഡ്ഡു മാസ്റ്ററിന്റെ കളി? അതുകൊണ്ട് ആരും ഒരിക്കലും എനിക്കെതിരായി കളിക്കില്ല. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ലഡ്ഡു. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വലിയ വലിയ കുഴികൾ ഉണ്ടാക്കി സൺസിറ്റിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എനിക്ക് നന്ദി പറയേ. ഇതുവരെ ഞാൻ നിന്റെ സൺസിറ്റിയിൽ മാത്രമേ കുഴിയെടുത്തിട്ടുള്ളൂ. ഒരുപക്ഷെ ഞാൻ പറയുന്നത് ആരും കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ സൺസിറ്റിയും ഈ കുഴികൾക്കകത്തായിരിക്കും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയൂ. എനിക്ക് ഒരുപാട് പണം വേണം. പണം. ഒരു പക്ഷേ ഞങ്ങളത് തരാൻ സമ്മതിച്ചില്ലെങ്കിലോ? യെസ് ബോസ്. ആരെങ്കിലും പറ്റില്ലെന്ന് പറഞ്ഞാൽ സൺസിറ്റിയിൽ പിന്നെ പമ്പരത്തിന്റെ കളിയുടെ പൂരമായിരിക്കും. എല്ലാവരുടെ വീടും ഞാൻ തവിട് പൊടിയാക്കി മാറ്റും. ബോസ്, ഇന്നെങ്കിലും നിങ്ങളുടെ പഞ്ചിന്റെ പവർ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇതാണ് അതിന്റെ തക്ക സമയം. ആ പറഞ്ഞത് ശരിയാ. ഇപ്പൊ തന്നെ ആ ലഡ്ഡുവിനെ ഞാൻ തല്ലി തകർത്തേക്കാം. മര്യാദക്ക് എന്റെ ഈ സിറ്റി വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോ. അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് അങ്ങ് പെരുമാറും പറഞ്ഞേക്കാം. പിന്നെ നിനക്കിതുപോലെ ചുറ്റാനും കറങ്ങാനൊന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യണ ചക്ക, നീ ആദ്യം ഞങ്ങൾക്കൊന്ന് പഞ്ച് ചെയ്ത് കാണിക്കേ. നോക്കൂ മിസ്റ്റർ ലഡ്ഡു, ജനങ്ങളെ ഇങ്ങനെ പേടിപ്പിച്ച് പൈസ കൊള്ളയടിക്കുന്നത് വലിയ തെറ്റാണ്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാണ് നല്ലത്. നല്ല കാര്യങ്ങൾ ചെയ്യൂ. മിസ്റ്റർ ലഡ്ഡു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളുടെ കീക്കോ ഇവിടെ ഉള്ളത് വരെ നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും നിറവേറില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടുന്നതാണ് നല്ലത്. ജീവിതത്തിൽ ശരിയും തെറ്റുമൊന്നും ഞാൻ നോക്കാറില്ല. അതിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറുമില്ല. അത് വിട്ടേക്ക്. എന്നാ പിന്നെ നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നത്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലിടൻ അടിവനത്തിന് ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഞാൻ പൊറുക്കില്ല. ഞാൻ പൊറുക്കില്ല. അവനെ വേഗം ചെന്ന് പിടിക്കേ. How can I help you? വേഗം പറയൂ. സൂപ്പർ സ്പീഡോ, ഇന്ന് നമ്മുടെ സൺസിറ്റിയെ മിസ്റ്റർ ലഡ്ഡുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. ലഡ്ഡുവിന്റെ സ്പീഡ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് കീക്കോ? സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 817 അപ്ലൈ ചെയ്യ്. ഇപ്പോൾ തന്നെ ഫോർമുല നമ്പർ 817 ആക്ടിവേറ്റ് ചെയ്യാം. ആ രണ്ട് പമ്പരങ്ങളെയും മിസൈൽ കൊണ്ട് തകർത്തേക്കാം. വേറെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. അതല്ലെങ്കിൽ പിന്നെ സൺസിറ്റിക്ക് പമ്പരത്തേക്കാൾ മിസൈൽ കൊണ്ടായിരിക്കും നഷ്ടമുണ്ടാവുക. ഔട്ട് ഓഫ് സിറ്റിക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം.
മിസ്റ്റർ ലട്ടു, ഞാൻ ഇത് അവസാനത്തെ പ്രാവശ്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ഞങ്ങളുടെ ഈ സിറ്റി വിട്ടേച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയേക്ക്. എന്റെ 2 പമ്പരങ്ങൾ തട്ടിവിട്ടതുകൊണ്ട് നീ വലിയ ആളാണെന്നൊന്നും കരുതണ്ട. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇതൊന്ന് തകർത്ത് കാണിക്കേ. ഇതിപ്പോ എന്റെ നേർക്കാണല്ലോ വരുന്നത്. എത്രയും വേഗം ഓടി രക്ഷപ്പെടണം. എനിക്കറിയാമായിരുന്നു നീ മേയറെ രക്ഷിക്കുവാൻ വേണ്ടി ചാടി ഇറങ്ങുമെന്ന്. ആ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തി നിന്നെ ഞാൻ എന്റെ പിടിയിലാക്കി. ഇനി അതിനകത്ത് കിടന്ന് ചുറ്റിക്കറങ്ങി ഇവന്റെ ഗതികേട് എന്താകുമെന്ന് അറിയാമോ? മിക്സർ ഗ്രൈൻഡറിനകത്ത് ചട്നി കിടന്ന് കറങ്ങുന്നത് പോലെ നീയും കറങ്ങും. നിന്റെ ഹീറോയുടെ കാര്യം പോക്ക. ഇനി നിന്നെ ആര് രക്ഷിക്കുമെന്ന് പറയൂ. ഹലോ മിസ്റ്റർ ലഡു, പ്ലീസ് കിക്കോ അങ്ങ് വിട്ടേക്കൂ. പകരം ഞങ്ങൾ നിനക്ക് കാശ് തരാൻ തയ്യാറാണ്. എന്നാൽ ആദ്യം കാശ് കൊണ്ടുവന്ന് താ, എങ്കിൽ മാത്രമേ ഞാൻ അവനെ വിട്ടയക്കൂ. ജട്ട്പട്ട്, വേഗം ചെല്ലൂ. എന്റെ ഓഫീസിലുള്ള എല്ലാ പണവും കൊണ്ടുവന്ന് കൊടുക്കൂ. ഞാൻ ഇതാ പോയി, ഇതാ വന്നു. നോക്കൂ മിസ്റ്റർ ലട്ടു, ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പൈസ കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും ഞങ്ങളുടെ കീക്കോയെ അങ്ങ് വിട്ടേക്കൂ. അവനെ വിട്ടയക്കണോ അതോ തട്ടി തെറിപ്പിക്കണോ എന്ന് ആലോചിക്ക. ഒരു കാര്യം ചെയ്തേക്കാം, രണ്ടും ചെയ്തേക്കാം. ഇവന് മലയുടെ മുകളിൽ നിന്നും തള്ളി വിട്ടേക്കാം. പമ്പരത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന കീക്കോ രക്ഷപ്പെടും. മലമുകളിൽ നിന്നും താഴെ വീണ ചത്തും പോകും. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തു ചെയ്യും? ഇത്രയും ചെറിയ സ്ഥലത്ത് എനിക്ക് സൂപ്പർ സ്പീഡോയെ വിളിക്കാൻ പറ്റില്ലല്ലോ. കമോൺ കീക്കോ, നിനക്ക് മുൻപിൽ കുഴിയാണ്. എത്രയും വേഗം അവിടുന്ന് രക്ഷപ്പെട്. ഒരു വശത്ത് ലഡ്ഡു മാസ്റ്ററുടെ അറ്റാക്ക്, മറുപുറം കീക്കോയുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു. കിട്ടിപ്പോയി. യെസ്, കിട്ടിപ്പോയി ഐഡിയ. ഡബിൾ കിക്ക് എന്ന് പറഞ്ഞാൽ അത് 2 വാക്കിൽ പറയുകയാണെങ്കിൽ ഡബിൾ പവർ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഹലോ ബഡി കീക്കോ, പറയൂ ബഡി സ്പീഡോയോട്. കുട്ടിക്കുറുമ്പുകൾ ചെയ്യണോ അല്ലെങ്കിൽ ഗുസ്തി ചെയ്യണോ? ഹൗ കാൻ ഐ ഹെൽപ്പ് യു? വേഗം പറയൂ. താങ്ക് യു ട്വിങ്കിൾ. 2 വാക്കിൽ പറയണമെങ്കിൽ മെൻഷൻ നോട്ട്. ആ രാക്ഷസൻ ലട്ടുവിനെ തട്ടി തെറിപ്പിക്കണം മോനെ. അവൻ ഒരുപാട് നമ്മളെ ഇട്ട് കളിപ്പിച്ചിരിക്കുകയാണ്. അവൻ ലഡു ആയാലും ശരി, പട്ടു ആയാലും ശരി, അവന് ഞാൻ പൊക്കിയിരിക്കും, സംശയമില്ല. സാറിപ്പ പറഞ്ഞു വരുന്ന കാര്യം നോക്കാമെന്നാ പറഞ്ഞത്. ആ ചെകുത്താൻ ലട്ടു ഇനി എത്ര സമയം നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു നോക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട മേയർ അങ്കിൾ. നിങ്ങളുടെ കൈവിട്ട് പോയ പണം അതുപോലെ തന്നെ ഞാൻ തിരികെ കൊണ്ടുവന്നിരിക്കും. എന്നെ വിശ്വസിക്കൂ, കാശിനെ കുറിച്ച് എനിക്ക് വലിയ ചിന്തയൊന്നുമില്ല. പക്ഷെ എന്റെ വാച്ച് പൊട്ടിപ്പോയി. വേൾഡ് ലെവലിൽ ഞാൻ നമ്പർ 1 ആയി വന്നപ്പോൾ എന്റെ മമ്മിയാണ് എനിക്കിത് വാങ്ങി തന്നത്. പക്ഷേ കീക്കോ, നമ്മൾ അപകടം പിടിച്ച ലഡുവിനെ എങ്ങനെയാണ് തടഞ്ഞു നിർത്താൻ പോകുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആ തടിയന്മാരായ ലട്ടുവിനെ തടഞ്ഞു നിർത്താനുള്ള വഴി കിട്ടിക്കഴിഞ്ഞു. എങ്ങനെ? എന്റെ ഈ പൊട്ടിപ്പോയ വാച്ച് കൊണ്ടാണോ തടഞ്ഞു നിർത്താൻ പോകുന്നത്? ഇത് കണ്ടോ അങ്കിൾ? ഈ സൂചി ക്ലോക്ക് വൈസിൽ ചുറ്റുന്നത് കണ്ടല്ലോ. അത് തിരികെ വരുമ്പോൾ മറ്റൊരു സൂചി ആന്റി ക്ലോക്ക് വൈസിൽ ചുറ്റുകയാണ്. അതുപോലെ ക്ലോക്ക് വൈസിൽ ചുറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ ആന്റി ക്ലോക്ക് വൈസിൽ ചുറ്റുന്ന ഒരു കാര്യം കൊണ്ട് ഇടിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഫോഴ്സ് കാരണം അത് ഉടൻ തന്നെ നിന്നു പോകും.
എന്റെ ദൈവമേ, കീക്കോയുടെ ഐഡിയ കൊള്ളാലോ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാൻ ചിലപ്പം ചീസ് കഴിച്ചോട്ടെ, ഒരുപാട് വിശക്കുന്നു. ഒരു കാര്യം ഓർക്കണം, ലട്ടു മാസ്റ്റർ ക്ലോക്ക് വൈസിലാണ് ചുറ്റുന്നത്. പക്ഷെ മറ്റുള്ള 2 പമ്പരക്കാരും ആന്റി ക്ലോക്ക് വൈസിലാണ് ചുറ്റുന്നത്. അവര് തമ്മിൽ ഇടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ പിന്നെ നമ്മുടെ പ്രശ്നം അങ്ങ് തീരും. ഐഡിയ കലക്കി. പക്ഷേ അപകടം പിടിച്ച പമ്പരക്കാരെ ആരാണ് കൂട്ടിയിടിപ്പിക്കുന്നത്? വരൂ സൂപ്പർ സ്പീഡോ. Listen here, oh Lattu Master, you have caused too much disaster. You should get out of here faster. Go, go, go faster, yeah. Don't destroy Sun City's beauty. To save it is our own duty. Aju Baju, you can try. We are gonna make you cry. Spin around across the border. Take it strictly, it's an order. It's an order. It's an order. സൂപ്പർ സ്പീഡോ, ദാ പോകുന്നു മിസ്റ്റർ ലട്ടു. സൺ സിറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഏത് സിറ്റിയാ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത്? വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ, അവൻ നമ്മളെ കണ്ടു കഴിഞ്ഞു. ഫോർമുല നമ്പർ 52 അപ്ലൈ ചെയ്യ്. ഫോർമുല നമ്പർ 52 ഉടൻ തന്നെ ആക്ടിവേറ്റ് ചെയ്തേക്കാം. ഈ ലട്ടുവിനെ ഞാൻ എങ്ങനെ തളയ്ക്കുന്നു എന്ന് നോക്കൂ. എടാ അജു പാജു, അവന്റെ കഥ അങ്ങ് തീർത്തേക്ക്. ഇപ്രാവശ്യം അവൻ നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടരുത്. ഈ മരം മണ്ടന്മാരെന്താ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? വീണ്ടും ഈ പമ്പരം ഞാൻ എങ്ങനെ ചുറ്റി കറക്കും? വേഗം സ്റ്റാർട്ടാക്. ഓ നോ, അറിയാതെ കവർ ഓപ്പൺ ആയി പോയല്ലോ. കിട്ടിയ ചാൻസ് മിസ്സാക്കാതെ ഞാനും അകത്തെത്തി കഴിഞ്ഞു. ഇനി താൻ ഈ പമ്പരം വിട്ട് പുറത്തേക്ക് പോകേണ്ട സമയമായി കഴിഞ്ഞു. ഞാനിപ്പോ എന്റെ ഈ പമ്പരത്തിനെ നോൺ സ്റ്റോപ്പ് ഡിസ്ട്രോയ് മോഡിൽ ഇട്ടിരിക്കുകയാണ്. ഇനി നിന്നെയും നിന്റെ ഈ സിറ്റിയെയും ആർക്കും രക്ഷിക്കാനാവില്ല. അതിപ്പോ നമ്മുടെ സിറ്റിയിൽ നോക്കിയാണല്ലോ പോകുന്നത്. സൂപ്പർ സ്പീഡോ, അതിനെ തടഞ്ഞു നിർത്തണം. കീക്കോ, അതിന്റെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് സൺസിറ്റിക്കകത്ത് കടന്നാൽ പിന്നെ എല്ലാം തലകീഴായി മാറും. സൂപ്പർ സ്പീഡോ, എത്രയും വേഗം എന്നെ ആ പമ്പരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ചേർക്ക്. ഓക്കേ കീക്കോ. അതിനെ ഇപ്പൊ തടഞ്ഞു നിർത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ.
എടാ കൊരകനെ പോലെ അവിടെ ഇവിടെയും ചാടിക്കളിച്ച് അവസാനം നീ തലയും കുത്തി കിടക്കുന്നു. മതിയായോ നിനക്ക്? എന്താ ഈ പറയുന്നേ? സാർ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്. കീക്കോയും സൂപ്പർ സ്പീഡോയും വീണ്ടും നമ്മുടെ ഈ സിറ്റിയെ അപകടത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവർ രണ്ടുപേർക്കും മനസ്സുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ പിന്നെ ഈ സന്തോഷം ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു പാട്ട് പാടാം.